ഡൽഹിയിൽ ബി.ജെ.പി വക്താവ് ഗൗരവ് ഭാട്ടിയ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷക കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളി. UDF-LDF കൗൺസിലർമാർ ചെയർപേഴ്സണെയും ബി.ജെ.പി കൗൺസിലറെയും ആക്രമിച്ചു. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിക്രമം. അതിനിടെ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ പാലക്കാട് നഗരത്തിലെ ജിന്നാ സ്ട്രീറ്റ് എന്ന പേര് മാറ്റണമെന്ന് ബി.ജെ.പി കൗൺസിലർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ബഹളം ശമിച്ചോ? എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അനിൽ നമ്പ്യാർ, ഇപ്പോഴും പാലക്കാട് നഗരസഭയുടെ മുന്നിൽ ചെറിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഈ LDF-ൻ്റെയും UDF-ൻ്റെയൊക്കെ കൗൺസിലർമാരും മറ്റും നഗരസഭയുടെ മുന്നിൽ ഏറെ നേരം തമ്പടിച്ച് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത് അവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതേസമയം ഏതാനും LDF UDF പ്രവർത്തകർ ഇപ്പോൾ നഗരസഭയുടെ വാതിൽക്കൽ, അതായത് പ്രധാന ഗേറ്റിന് ഭാഗത്ത് പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്ന് രാവിലെ ഒരു 11:15 നഗരസഭയുടെ ഈ കൗൺസിൽ ആരംഭിച്ചത്. ആ കൗൺസിൽ ആരംഭിച്ച ആദ്യം വന്ദേമാതരം പാടുകയും അതിനുശേഷം കശ്മീരിൽ ജീവൻ നഷ്ടമായ ആളുകളെ അനുസ്മരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കൗൺസിൽ യോഗ നടപടികളിലേക്ക്, അജണ്ടയിലേക്കൊക്കെ കടക്കാൻ നിന്നപ്പോഴാണ് ഈ LDF-ൻ്റെയും UDF-ൻ്റെയും കൗൺസിലർമാർ അവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവർ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. ആദ്യം ഇവർ ഈ ചെയർപേഴ്സൻ്റെ ചേംബറിന് മുന്നിൽ വന്ന് പ്രതിഷേധിച്ചപ്പോൾ തന്നെ ചെയർപേഴ്സൺ, നമുക്ക് കൗൺസിലർ യോഗം ആരംഭിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാം എന്ന് 3 തവണ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ആ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെയായിരുന്നു അവർ ബഹളം വയ്ക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ചെയർപേഴ്സൻ്റെ ചേംബറിലേക്ക് എടുത്ത് ചാടി കയറുകയും ആ ചെയർപേഴ്സനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ചെയർപേഴ്സൻ്റെ മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയർ കൊണ്ട് അവരുടെ പുറകിലോട്ട് കുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ചെയർപേഴ്സൺ പറയുന്നത്. മാത്രമല്ല BJPയുടെ കൗൺസിലറായ N. ശിവരാജന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഏറെ നേരം പാലക്കാട് നഗരസഭയുടെ കൗൺസിൽ ഹാളിനകത്തും അതിനുശേഷം ചെയർപേഴ്സൻ്റെ മുറിയിലുമൊക്കെ സംഘർഷം അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. വലിയ അതിക്രമങ്ങളും ആക്രമണവുമാണ് UDF-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ കൗൺസിലർമാർ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. അതേസമയം തന്നെ BJP നഗരസഭ ഭരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് തന്നെ ആ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുമെന്നും ആ എടുത്ത തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോവില്ല എന്നും നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനിടെ BJP വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും ഈ പെഹൽഗാം ആക്രമണമൊക്കെ നടന്ന് രാജ്യം വലിയ വേദനയിൽ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും പാകിസ്ഥാൻ്റെ അടയാളങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ജനം TV ആണ് ഇന്ന് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് നഗരത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ജിന്നാ സ്ട്രീറ്റ് എന്നാണ്. അതായത് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ നമ്മുടെ ഭാരതത്തിനെ വെട്ടിമുറിക്കുന്നതിന്, ഈ മതം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് കാരണക്കാരനായ ജിന്നയുടെ പേരിൽ പാലക്കാട് നഗരത്തിലൊരു സ്ഥലമുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ജിന്നാ സ്ട്രീറ്റ് എന്നുള്ളത് മാറ്റണം എന്ന ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഈ നഗരസഭാ കൗൺസിലിൽ ശശികുമാർ എന്ന കൗൺസിലർ നൽകുകയുണ്ടായത്. ഏതായാലും അടിയന്തര പ്രമേയം അതിൽ ചർച്ചയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നതിന് മുൻപായിരുന്നു ഈ ബഹളവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടുത്ത കൗൺസിൽ യോഗത്തിൽ ആ വിഷയത്തിലും വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കും. ആ പേര് മാറ്റുന്ന നടപടികളിലേക്ക് പാലക്കാട് നഗരസഭ കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട് നഗരസഭയിൽ ഇന്ന് വലിയ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഏതായാലും പുറകോട്ടില്ല എന്ന് ഇന്നിപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ ഇത്രയൊക്കെ ബഹളമുണ്ടായെങ്കിലും UDF LDF കൗൺസിലർമാർ അതിനെ അലങ്കോലപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സണെയും BJP കൗൺസിലറെയും ഒക്കെ കയ്യേറ്റം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടന്നെങ്കിൽ പോലും ആ തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ടില്ല എന്ന് ഇന്നും ആവർത്തിക്കുകയാണ് നഗരസഭ ചെയ്തത്. യെസ് അരുൺ, പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളി. UDF LDF കൗൺസിലർമാർ ചെയർപേഴ്സണെയും BJP കൗൺസിലറെയും ആക്രമിച്ചു. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം.